ഹായ് ഓൾ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ SLCയുടെ മക്കളെയൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി നല്ല അവരുടെ ക്ലാസ്സുകളൊക്കെ എൻജോയ് ചെയ്ത് വരുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ ഇത്. സോ ഇനി മുന്നോട്ടേക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. നമ്മുടെ എക്സാം മാർച്ചിലല്ലേ പബ്ലിക് എക്സാം വരുന്നത്. കുറേ ടൈം പഠിക്കാനുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവരെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അക്കാദമിക് കലണ്ടർ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അക്കാദമിക് കലണ്ടർ ഒന്ന് മറച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുള്ളത് ജൂൺ ലാസ്റ്റ് വീക്കിലാണ്. ഇനി അടുത്തത് ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ ഉണ്ട്. ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് എന്നുള്ളൊരു കലണ്ടർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓഗസ്റ്റ് 13 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇവിടെ 13-ാം തീയതി എന്തുണ്ട്, ഒന്നാം പാദവാർഷിക പരീക്ഷ ആരംഭം എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഒന്നാം പാദവാർഷിക പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓണപരീക്ഷ 13-ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഈ ഒരു കലണ്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ വളരെ കുറഞ്ഞ സമയം, ഒരു 50 ദിവസമൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഓണപരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 50 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് അല്ലേ, നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകളിലായിട്ടല്ലേ, ലാംഗ്വേജസും സയൻസും മാത്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട്. സോ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത് നിസ്സാരമാക്കി കാണാതെ, റൈറ്റ്, ചെറിയ എക്സാം അല്ലേ, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഓണപരീക്ഷയുടെ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെയധികം കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും അല്ലേ. ആ ഒരു എക്സാമിന് നല്ലപോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിൻ്റെ സിലബസിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർച്ചിൽ ഒരുപാട് പേര് സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ജസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ മതിയാവണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇനിയും കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ, എനിക്കിനി പഠിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതാ സമയമുണ്ട്, നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 3 സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താ, യെസ്, ഡിവൈഡ് ആൻഡ് കോൺകർ. അതായത് നിങ്ങൾക്ക് വലിയൊരു മല കയറാനുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വലിയ മലയെ ഞാൻ ചെറിയ കല്ലുകളാക്കിയിട്ട് മാറ്റാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വലിയ വലിയ സബ്ജക്റ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് തീർക്കാനുള്ളത് അത് നിങ്ങളുടെ ഒരു സ്റ്റഡി ഏരിയൻ്റെ അവിടെ നിങ്ങൾ ഒട്ടിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിലിങ്ങനെ ഓരോ ടിക്ക് മാർക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഓരോ ടിക്ക് മാർക്ക് വീഴുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ആശ്വാസം ഉണ്ടാവും, ഞാനിത് പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് എത്ര പഠിക്കാനുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെഡ്യൂളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ആ ഡിവൈഡ് ആൻഡ് കോങ്കർ എന്നുള്ള റൂൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നല്ല ഗ്രേഡ് കിട്ടാനും A+ ഒക്കെ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. റൈറ്റ്, പിന്നെ എന്താ രണ്ടാമത്തെ റൂൾ, ഡിഫിക്കൽട്ട് ഫസ്റ്റ്. അതായത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, റൈറ്റ്. ചിലർക്ക് മാത്സ് ആയിരിക്കും ഡിഫിക്കൽട്ട്, ചിലർക്ക് സയൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലർക്ക് എന്ത് ചെയ്യാം ലാംഗ്വേജസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് പഠിക്കുക. അതായത് മാത്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മാത്സ് ഡിഫിക്കൽട്ട് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ മാത്സിലെ എക്സാമിന് നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എക്സാമിൻ്റെ തലേന്നൊന്നും ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് ആ ഒരു ടെൻഷൻ, ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു റൂള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ റൂൾ ഫോളോ ചെയ്യുക. പിന്നെയുള്ള മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ PYQs. നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ക്വസ്റ്റ്യൻ വരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ എക്സാമിന് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും അല്ലെ, പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. സോ അതിന് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു 3 കൊല്ലം മുന്നേ വന്നുള്ള ഓണപരീക്ഷയുടെ അല്ലെ, കഴിഞ്ഞ ഒരു 3 കൊല്ലത്തെ ഓണപരീക്ഷയുടെ എക്സാംസിന്റെ പേപ്പറൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 റൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. റൈറ്റ്, ഇനി നിങ്ങൾ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഒരു +1 +2ലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോ സ്ട്രീംസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ +2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്കൂളിൽ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ആ കോമ്പറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കൂടി തുടങ്ങിയാലോ.
അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ടൈമിലേക്കുള്ള ഒരു ടെൻഷൻ കുറയാനും നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറയാനും നിങ്ങളുടെ റാങ്ക് കൂടുതലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. സോ നമ്മളുടെ ഇവിടെ XNYയിലെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ സ്കൂൾ പഠനത്തിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ക്ലാസ്സസും എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഒരു ഭാവിയിലെ കോമ്പറ്റീവ് എക്സാംസ്, ഇപ്പം നീറ്റ് പോലത്തെ അല്ലെങ്കിൽ JEE പോലത്തെ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാം, ഇതിനൊക്കെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ XNY ഫൗണ്ടേഷനിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടാവും, കൃത്യമായിട്ടുള്ള റെക്കോർഡഡും ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്മളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെയധികം ഫീഡ്ബാക്കുള്ളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമുക്കുണ്ട്. സോ നിങ്ങൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിനുള്ള പ്രിപ്പറേഷനും കൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 +2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അധികം റിപ്പീറ്റിനൊന്നും പോകാതെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നല്ല കോളേജിൽ തന്നെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിഷ്വൽ അല്ലെങ്കിൽ സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മളുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവുക, നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുക വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ള IIT-കൾ NIT-കൾ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് A+ന്റെ കൂടെ തന്നെ എന്തുകൂടെ കിട്ടും, ഈ എൻട്രൻസ് എക്സാമുകൾക്കുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്മിഷൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ജൂൺ 30 കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഈ നമ്പറിലേക്ക് ഒരു മിസ് കോൾ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. സോ ജൂൺ 30 നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ നമ്മളുടെ ജസ്റ്റ് നമ്മളുടെ ഈ ഒരു സ്കൂൾ പ്രിപ്പറേഷൻ, സ്കൂൾ എക്സാംസിനുള്ള ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും ലൈവൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു നമ്മളുടെ മൈൻഡ് മാപ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ നമ്മളുടെ XNY റിവിഷൻ ലെൻസസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ XNY സ്റ്റുഡൻസിനെല്ലാം എന്തുണ്ടാവും, സ്കൂൾ സപ്പോർട്ടഡ് ക്ലാസ്സിന് പുറമെ ഫൗണ്ടേഷൻ ക്ലാസ്സിനൊക്കെ പുറമെ ഇതേപോലുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ റിവിഷൻ ലെൻസസ്. നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എന്തുണ്ടാവും, നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇക്വേഷൻസ് ആവട്ടെ, തിയറി ആവട്ടെ, പോയിന്റ്സ് ആവട്ടെ, ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒറ്റൊരു PDF-ലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതേപോലെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാൻ മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ലെൻസസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PDF കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്കൂളുകൾക്ക് അത് ഭയങ്കര സ്കൂൾ എക്സാമിനും അതേപോലെ കോമ്പറ്റീവ് എക്സാംസിനും നല്ലപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ജൂൺ 30 വരെയുള്ളൂ നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ഇപ്പോൾ തന്നെ വിളിച്ച് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നിങ്ങളുടെ 10ാം ക്ലാസ് ഓണം എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും സമയമുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ 3 റൂൾസ് ഒക്കെ പറഞ്ഞു തന്നല്ലേ, അതിലൂടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നല്ല A+ഓട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവാനും പറ്റും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.